പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ധ്യായാമത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവകൃപയാൽ ദൈവത്തെ വാഴ്ത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ആമേൻ. സന്ധ്യാപ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ പാട്ടുകൾ പാടി ദൈവസന്നിധിയിൽ ആമേൻ ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. ആമേൻ. ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടുകയാണ്. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ. അതെ, ആമേൻ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആമേൻ, സമ്പത്തിലും ആമേൻ, അതുപോലെ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും യേശുവുള്ള ദൈവവേദൽ കുലുങ്ങിപ്പോകയില്ല എന്ന് 34-ാം സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. ഇത് പറയാൻ കാരണം, ഇന്ന് പകൽക്കാലം ഒരു വീഡിയോ ക്ലിപ്പ് കാണുവാനിടയായി. ഒരു ദൈവഭക്തൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടെ ഒരു അതിന് സ്റ്റേജ് കെട്ടിയിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീണു. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടേച്ച് യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, കണ്ടോ ഇന്നാർക്ക് ഇന്നതുപോലെ വന്നു എന്നും പറഞ്ഞൊരു സഹോദരൻ ഒരു വീഡിയോ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമേൻ, ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത സ്നേഹിതന്മാരെ, ഞങ്ങളും ഇതുപോലൊക്കെ കുറേ നാളിന് മുന്നേ ഇതുപോലൊക്കെ പറഞ്ഞ വ്യക്തികളായിരുന്നു. യേശുവിനെ അറിഞ്ഞു അല്ലെങ്കിൽ കർത്താവ് രക്ഷകനായി നമ്മൾ തീർന്നു എന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. കഷ്ടങ്ങളില്ലാതില്ല, രോഗങ്ങൾ വരാതിരിക്കത്തില്ല, മരണം ക്രിസ്ത്യാനിയായാൽ, അതായത് ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, അനുയായി കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവന് മരണമില്ല എന്ന്. ഈ ഭൂമിയിലെ മരണമുണ്ട്, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നതുണ്ട് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എല്ലാം ദൈവം ഞങ്ങളോട് കൂടിയുണ്ട്. പെട്ടെന്ന് മരിച്ചോട്ടെ, പെട്ടെന്ന് അനർത്ഥം വന്നോട്ടെ. ദൈവത്തിന് 34-ാം സങ്കീർത്തനം പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയിൽ നല്ല യഹോവയവനെ വിടുവിക്കുന്നു. ഒരു കഷ്ടത വന്നോട്ടെ, ഞങ്ങൾ ഈ ആമേൻ, ഈ ശരീരം, നമ്മുടെ ദേഹം ക്ഷയിച്ചോട്ടെ, ദേഹം പൊക്കോട്ടെ, രോഗം വന്നോട്ടെ. ആമേൻ. എൻ്റെ കാര്യം പറഞ്ഞാൽ എത്ര രോഗങ്ങൾ, എത്ര ഭാരങ്ങൾ ഈ സത്യവേദ പുസ്തകം ആമേൻ എൻ്റെ കയ്യിലെടുത്തിട്ട് എനിക്ക് വന്നു പെട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒക്കെയും എൻ്റെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ ശക്തി ആമേൻ എന്നെ താങ്ങി നിർത്തി. എൻ്റെ തമ്പുരാൻ ഞങ്ങളെ കരുതി. അതുപോലെ തന്നെ എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, ദൈവമുഖം നോക്കുന്ന ഒരു ദൈവഭക്തനെ ആമേൻ കഷ്ടം വരുത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. കഷ്ടങ്ങൾ സഹിക്കാനും കൂടാ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ദൈവവചനം തിരഞ്ഞെടുത്തേക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ
ആമേൻ, ഈ രോഗവും ഈ ഭാരവും ഈ കഷ്ടവും ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും ഒരു ദൈവവേദനെ പിന്നോട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, അവൻ നിങ്ങളിട്ട പോസ്റ്റ് ഞാൻ കണ്ടു. കാലിൽ ആ ദൈവദാസൻ മരിച്ചോട്ടെ, ഇത് കെട്ടിയ സ്റ്റേജ് വീണ് അദ്ദേഹം മരിച്ചോട്ടെ, പക്ഷേ അദ്ദേഹത്തിന് പ്രത്യാശയുള്ള മനുഷ്യനാണെങ്കിൽ നിത്യതയിൽ അദ്ദേഹം എത്തിയിരിക്കും, തമ്പുരാന് വേണ്ടി നിന്നിരിക്കും, കർത്താവ് അദ്ദേഹത്തെ കരുതിയിരിക്കും. അങ്ങനെ എത്രയോ ആമേൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രയോ ദൈവഭക്തന്മാർക്ക് രോഗങ്ങൾ വന്ന് കഷ്ടങ്ങൾ വന്ന് പെട്ടെന്ന് മാറ്റപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സത്യവചനം എടുത്ത വേദപുസ്തകം സത്യമായി പ്രസംഗിക്കുന്ന ഒരു ദൈവത്തിന് കഷ്ടത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ നിന്ദയെക്കുറിച്ചോ പരിഹാസത്തെക്കുറിച്ചോ ഒരു ഭയമില്ല. എന്തെന്നാൽ അവരുടെ പേര് മറ്റൊന്നുമല്ല, ദൈവ പൈതൽ മക്കൾ, ദൈവമക്കൾ എന്നുള്ള പേര്. ദൈവമക്കളാകാൻ ദൈവം വരം ലഭിച്ചിരിക്കുന്നത് സത്യമായി ഘോഷിക്കുന്ന എടുത്തിരിക്കുന്ന ദൈവവേദനാണ്. അതുകൊണ്ട് ഇനി എന്ത് ക്ലേശങ്ങൾ വന്നാലും അങ്ങനൊരു ഭാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സഹോദരൻ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതനായ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കഷ്ടതയും ഈ ഇതിലുള്ള നന്മയും അനുഭവിക്കുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. യേശു സ്നേഹമാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു സർവശക്തനാണ്. ദൈവത്തിൻ്റെ കരത്തിൽ ആമേൻ ഏൽപ്പിക്കുന്നു. നിങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന ദൈവജനത്തെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഈ സന്ധ്യായാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ ഇരുവരും ഞങ്ങളുടെ കുടുംബമായി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവശക്തൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരും എഴുതി ചേർക്കട്ടെ. ആമേൻ. നിത്യരാജാവിനെ അറിയട്ടെ. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ആമേൻ. ആ പുസ്തകത്തിലെ പേരെഴുതി ചേർപ്പാൻ നിന്നെയും കർത്താവ് സ്നേഹത്തോടെ വിളിക്കുന്നു. ആമേൻ. ദൈവം തമ്പുരാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.